ദുബായിൽ കൊതിയൂറും കാഴ്ചകളുമായി നടന്ന ഗൾഫ് ഫുഡിന്റെ വിശേഷമാണ് ആദ്യം. ലോകത്തെ വിവിധ തരത്തിലുള്ള രുചിക്കൂട്ടുകളെ ഒരു വലിയ കുടക്കീഴിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ മഹാമേള നടന്നത്. ഇന്ത്യ ഉൾപ്പെടെ 200ഓളം രാജ്യങ്ങളിലെ 15 ലക്ഷത്തിലധികം ഉൽപ്പന്നങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തി. ഈ കാഴ്ചകളിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വാർഷിക ഭക്ഷ്യ പാനീയ പ്രദർശനമാണ് ഗൾഫ് ഫുഡ്. ഈ മഹാമേളയുടെ 31ാം പതിപ്പ് സന്ദർശകരെ കൊതിപ്പിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ 2 കൂറ്റൻ വേദികളായാണ് രുചിയുടെ പൂരക്കാഴ്ചകൾ കൊതിയുടെ കുടമാറ്റം പോലെ നടന്നത്. ഇത്തവണത്തെ ഔദ്യോഗിക പങ്കാളിത്ത രാജ്യം ഇന്ത്യയായിരുന്നു. അതിനാൽ തന്നെ ഇന്ത്യ ഈ വർഷം മികച്ച സാന്നിധ്യം അറിയിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ, ദുബായ് എക്സ്പോ സിറ്റിയിലെ എക്സിബിഷൻ സെന്റർ എന്നിവയായിരുന്നു ഈ 2 പ്രധാന വേദികൾ. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗൾഫ് ഫുഡിന്റെ ആദ്യ ദിനം തന്നെ മേളയിൽ സന്ദർശനം നടത്തി. 195 രാജ്യങ്ങളിലെ 8500 കമ്പനികളുടെ പങ്കാളിത്തത്തോടെ 15 ലക്ഷത്തിലധികം ഉൽപ്പന്നങ്ങൾ ഗൾഫ് ഫുഡിൽ പ്രദർശിപ്പിച്ചു. കോടികളുടെ വ്യാപാര കരാറുകൾ മേളയിൽ ഒപ്പുവെച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലോകത്തെ കുറേ സ്ഥലങ്ങളിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. കൈൻഡ് ഓഫ് വെറൈറ്റി ഫുഡ്സ് ആൻഡ് ചോക്ലേറ്റ്സ് ആയാലും ഐസ്ക്രീംസ് ആയാലും ഫ്രൈസ് ആയാലും എന്തായാലും കുറേ ഐറ്റംസ്, കുറേ കൺട്രീസിൻ്റെ. പോളണ്ട് ഉണ്ടായിരുന്നു, റഷ്യ ഉണ്ടായിരുന്നു, കുറേ പിന്നെ കുറേ ഞാൻ ഇത് ട്രൈ ചെയ്യാത്ത കുറേ ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓയിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഓയിസ്റ്റേഴ്സ്, ഫിഷ് ഐറ്റംസ്, കാരണം അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഉള്ളത് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ കാണാൻ പറ്റാത്ത പല ഐറ്റംസും നമുക്ക് ഇവിടെ കാണാൻ പറ്റി. ഐസ്ക്രീംസ് ആയാലും അതിൻ്റെ ഓരോ കൺട്രീസിൻ്റെ വെറൈറ്റി ഐസ്ക്രീംസ് കാര്യങ്ങൾ. ഗൾഫ് ഫുഡിൻ്റെ പ്രോഗ്രാമിൽ ഇത് സെക്കൻഡ് ടൈമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലത്തെ അല്ലാത്ത കുറേ കൺട്രീസിലത്തെ ഫുഡ് ഇവിടെ ഉണ്ട്. നല്ലതായിരുന്നു. ട്രൈ ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാതും ബെറ്ററാണ്. 161 ഇന്ത്യൻ കമ്പനികളും 100 കണക്കിന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും സജീവമായിരുന്നു. ഇതോടൊപ്പം ലുലു ഗ്രൂപ്പും ഗൾഫ് ഫുഡ് മേളയിൽ മികച്ച സാന്നിധ്യം അറിയിച്ചു. റീറ്റെയിൽ രംഗത്തെ മികച്ച മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നതാണ് ഗൾഫ് ഫുഡ് എന്നും ആരോഗ്യകരമായ ഭക്ഷണ ശൈലിയിലേക്ക് ലോകം മാറിയെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. 195 രാജ്യങ്ങളിൽ നിന്നുള്ള എക്സിബിറ്റേഴ്സാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഫുഡ് സെക്ടറിൽ ഒരുപാട് പുതിയ ഇന്നോവേഷൻസ്, ഇൻവെൻഷൻ, ഡിസ്കവറി, ഒരുപാട് കാര്യങ്ങൾ പുതിയത് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ കാണുകയും സാമ്പിളുകൾ പലതും ഇന്നലെ എൻ്റെ ഓഫീസിലേക്ക് അവർ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഭക്ഷണം എന്നത് നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ്. പക്ഷേ ഹെൽത്തി ഫുഡാണ് ഇപ്പോഴത്തെ സ്ലോഗൻ. ഒബിസിറ്റി, അതുപോലെ പല രോഗങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ഇന്നോവേഷനിൽ രോഗം വരാതിരിക്കാനും ഇത് കഴിച്ചിട്ട് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനും ഉള്ള ഒരുപാട് ഇന്നോവേഷൻസ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹെൽത്തി ഫുഡ്, ഡയബറ്റിക് ഫുഡ്, ഡയറ്റ് ഫുഡ്, എഗ് ഫ്രീ ഫുഡ്, ഗ്ലൂട്ടൻ ഫ്രീ, ഓർഗാനിക്, അങ്ങനെയുള്ള പുതിയ ഇന്നോവേഷൻസ് മുഴുവൻ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പുതിയ റിസർച്ച് ലോകത്തെമ്പാടും ഈ ഭക്ഷണം കഴിച്ചിട്ടുള്ള രോഗങ്ങളെപ്പറ്റിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മൾക്കിവിടെ കാണാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ 280ഓളം സപ്ലയേഴ്സ്, ഏതാണ്ട് 300 തന്നെ പറയാം, സപ്ലയേഴ്സ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് 21 രാജ്യത്ത് ഫുഡ് പ്രോസസ്സിംഗ്, പ്രൊക്യൂർമെൻറ്റ്,
ആൻഡ് ലോജിസ്റ്റിക്സ് ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ഏതാണ്ട് 10,000 crore rupees എക്സ്പോർട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഞങ്ങളായപ്പോൾ അതിൻ്റെ CEO ആയിട്ട് നജിമുദ്ദീനായിട്ട് സംസാരിച്ച് അത് 15,000 crore ആക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. 5 ദിവസത്തെ മേളയിൽ കോടികളുടെ വ്യാപാര കരാറുകൾ ഒപ്പിട്ടു. ഏറ്റവും കൂടുതലായി വീടുകളിൽ സാന്നിധ്യമുള്ള UAE-യിലെ 1-ാം നമ്പർ ഇന്ത്യൻ സ്പൈസ് ബ്രാൻഡായി ഈസ്റ്റേൺ മാറിയെന്ന് അധികൃതർ ഗൾഫ് ഫുഡിൽ വ്യക്തമാക്കി. ഈസ്റ്റേൺ എന്ന ബ്രാൻഡ് നയിക്കുന്ന ഓർക്കല ഇന്ത്യയുടെ GCC ബിസിനസ് 3 വർഷത്തിനിടെ 14% വളർച്ച നേടി. ഈ മേഖലയിലെ 16,000-ലധികം ഔട്ട്ലെറ്റുകളിലൂടെ ശക്തമായ വിതരണം നിർവഹിച്ചു. 5 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന പുതിയ ആശയത്തിന് മികച്ച പ്രതികരണമാണെന്ന് ഓർക്കല ഇന്ത്യയുടെ ഇന്റർനാഷണൽ ബിസിനസ് CEO അശ്വിൻ സുബ്രഹ്മണ്യം ഗൾഫ് ഫുഡിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. When we met last time, I was talking about our 5-minute breakfast launch. This product is doing really, really well. We are selling now, compared to our expectations, I would say we are probably about 1.5 times better than our expectations. We are now looking to add in a few more offers, and we're also looking to see how we can get influencers more involved, because one of the things we are seeing is people look at it and they're saying, really, 5 minutes? Is it possible? So we are noticing that we have to sample a lot, because if people don't try it, they don't believe us. So we're doing a lot of sampling, but the product has had a fantastic response and we're doing really, really well. We're also looking at how we can expand this into the other markets. So we've launched in UAE, we've launched in Saudi, we are also in Qatar as well. So the response is really good. പോളണ്ട് കേന്ദ്രമായ മലയാളി സംരംഭകരുടെ അടിപൊളി എന്ന റീഫ്രഷിംഗ് ഡ്രിങ്ക് ലുലു ഗ്രൂപ്പ് മേളയിൽ അവതരിപ്പിച്ചു. ഗൾഫ് ഫുഡിലെ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് അടിപൊളി ബ്രാൻഡ്. കഫീൻ ഫ്രീ ആയ റീഫ്രഷിംഗ് ഡ്രിങ്കാണിത്. കൂടാതെ വിറ്റാമിൻസ്, മഗ്നീഷ്യം, സ്വാഭാവിക പഞ്ചസാര എന്നിവയാണ് ഡ്രിങ്കിന്റെ പ്രത്യേകത. ലുലു സ്റ്റോറുകളിൽ അടിപൊളി ലഭ്യമാക്കുമെന്ന് പോളണ്ടിലെ മലയാളിയായ ചന്ദ്രമോഹൻ നല്ലൂർ പറഞ്ഞു. നമ്മുടെ കമ്പനി പോളണ്ട് ബേസ്ഡ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇപ്രാവശ്യം ലുലുവിൻ്റെ ത്രൂ ആണ് അടിപൊളി ലോഞ്ച് ചെയ്യുന്നത്. ഇതിന് മുന്നേയും മാൾ ബേവറേജ് ലോഞ്ച് ചെയ്തത് ലുലു ത്രൂ തന്നെയാണ്, മലയാളി ഹബീബി എന്നുള്ള പേരിൽ. ഞങ്ങളുടെ മലയാളി ഹബീബി ഇറ്റ് ഇസ് 0% എന്താണ് മാൾ ബേവറേജ്. അപ്പോൾ ഒരു അങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു ഫങ്ഷണൽ ഡ്രിങ്ക് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്തത് വിറ്റമിൻ ആൻഡ് മഗ്നീഷ്യം ഉള്ള ഡ്രിങ്കാണ്. അതിൽ കഫീൻ ഇല്ല, ടൗറിൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് കുടിക്കാൻ സേഫറാണ്. ബിക്കോസ് നോർമലി എനർജി ഡ്രിങ്ക്സ് ശരിക്കും കുട്ടികൾക്ക് പറ്റില്ല, ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് രണ്ട് റിമൂവ് ചെയ്തിട്ട്, അപ്പോൾ ഇതൊരു എനർജി ഡ്രിങ്ക് അല്ല, ഇറ്റ്സ് മോർ എ റിഫ്രഷിംഗ് ഡ്രിങ്ക്. അതായത് സത്യം പറഞ്ഞാൽ ഒരു ഹൈഡ്രേഷൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെറുപ്പത്തിൽ നാരങ്ങ വെള്ളം കുടിക്കുമല്ലോ ഈ ചൂടത്ത്, അപ്പോൾ അതിന് പകരം ഒരു കാർബണേറ്റഡ് ആയിട്ട് ഏതാണ്ട് അതുപോലെ നമ്മളിതിൽ ടെൻഡർ കോക്കനട്ട്, ഇളനീര്, കൂടാതെ സിട്രസ്, ലൈമും ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് മൂന്നും മിക്സ് ചെയ്ത് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് നിന്ന് ഉണ്ടാക്കിയെടുത്ത ഡ്രിങ്കാണ്. ഈ പേരിന് പുറകിലെ കൗതുകം എന്താണ്? അങ്ങനെ ഒരു വ്യത്യസ്തമായ പേരിടാൻ കാരണം? ഞങ്ങളുടെ പാരൻറ്റ് കമ്പനി മലയാളി എന്നുള്ളതും എല്ലാ പ്രൊഡക്റ്റും മലയാളി എന്ന് തുടങ്ങിയതുകൊണ്ട് അടുത്ത മലയാളം വേർഡ് പൊതുവേ ആൾക്കാർക്ക്, നോൺ മലയാളികൾക്ക് അറിയുന്ന പോപ്പുലറായിട്ടൊരു മലയാളം വേർഡ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന വേർഡ് ഇതായിരുന്നു, അടിപൊളി എന്നുള്ളതായിരുന്നു. ദെൻ വി തോട്ട് വൈ നോട്ട് അത് തന്നെ ഉപയോഗിക്കാമെന്ന്. നമ്മൾ ഈ റെഡ് ബുളിൻ്റെ മെത്തേഡാണ് ചെയ്യുന്നത്. റെസിപ്പി നമ്മുടെയാണ്. അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ഈ പ്രൊഡക്ഷൻ കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവരുടെ ലൈൻ നമ്മൾ ലീസിനെടുത്തിട്ട് നമുക്ക് വേണ്ടി നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് ഇറക്കുക ചെയ്യുന്നത്. സോ കംപ്ലീറ്റ്ലി നമ്മൾ കൊണ്ടുവരുന്നത് ടെൻഡർ കോക്കനട്ട് വരുന്നത് നാട്ടിൽ നിന്നല്ല, അത് വിയറ്റ്നാമിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ടെൻഡർ കോക്കനട്ട്സ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവിടെ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ പവലിയനെ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി നേതൃത്വം നൽകി. ഇപ്രകാരം ഇന്ത്യയുടെ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇന്ത്യൻ കമ്പനികളും പങ്കെടുത്തു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഗൾഫ് ഫുഡിൽ പ്രദർശിപ്പിച്ചു. പ്രമുഖ ഫ്രഷ് പഴവർഗ്ഗങ്ങളുടെ വിതരണ കമ്പനിയായ ബെറി മൗണ്ട് കമ്പനിയും സാന്നിധ്യം അറിയിച്ചു. പ്രമുഖ പാചക വിദഗ്ധർ നയിച്ച തത്സമയ പാചക പരിപാടികളും പ്രഭാഷണവും അരങ്ങേറി.
അതേസമയം സന്ദർശക തിരക്ക് ഒഴിവാക്കാനും കൂടുതൽ സൗകര്യങ്ങൾക്കുമായി എക്സ്പോ സിറ്റിയിലെ പുതിയ സെന്ററിലേക്കും മേള വ്യാപിപ്പിച്ചു. ലോക റെക്കോർഡ് വലിപ്പത്തിലാണ് ഇത്തവണത്തെ ക്രമീകരണം നടത്തിയത്. ലോജിസ്റ്റിക്സ്, സ്റ്റാർട്ടപ്പുകൾ, ഫ്രഷ് പ്രൊഡ്യൂസ്, ഗ്രോസറി ട്രേഡ് എന്നിങ്ങനെ 4 പുതിയ വിഭാഗങ്ങളെ ഇത്തവണ ഉൾപ്പെടുത്തി. കൂടാതെ ഗൾഫ് ഫുഡ് ഗ്രീൻ എന്ന വിഭാഗത്തിലൂടെ പരിസ്ഥിതി സൗഹൃദ ഭക്ഷ്യോൽപ്പന്ന രീതികൾക്കും മേള മുൻഗണന നൽകി. 5 ദിവസങ്ങളിലായി ലക്ഷക്കണക്കിന് സന്ദർശകരെയും കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാര കരാറുകളും ഗൾഫ് ഫുഡിലൂടെ ലക്ഷ്യമിട്ടു. Middle East this week. Costume courtesy by Alan Soli Shirts.